നമസ്കാരം. ആമയുടെയും മുയലിന്റെയും കഥകൾ ഞാൻ ചെറുപ്പത്തിൽ തന്നെ സ്കൂളിൽ നിന്ന് പഠിച്ചതാണ്. പക്ഷെ ആ കഥ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. രണ്ടാമത് മുയലച്ചൻ സങ്കടത്താൽ വീണ്ടും മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തതും അറിയാം. മൂന്നാമത് ആമച്ചാര് റൂട്ട് മാറ്റി വഴി പോവുകയും അങ്ങനെ വീണ്ടും മുയലച്ചൻ പരാജയപ്പെടുകയും ചെയ്തു. 2026 ഈ ആധുനിക കാലത്ത് ആ കഥയ്ക്ക് പുതിയൊരു അർത്ഥമുണ്ട്. നമുക്ക് അവിസ്മയകരമായ 4ാമത്തെ മത്സരത്തിലേക്ക് പോകാം. തനിയെ മത്സരിച്ചപ്പോൾ പരാജയപ്പെട്ട ആമയും മുയലും സുഹൃത്തുക്കളായി. അവർ 4ാമതും മത്സരിക്കാൻ തീരുമാനിച്ചു. പക്ഷെ ഇത്തവണ അവർ പരസ്പരമല്ല മത്സരിച്ചത്, മറിച്ച് രണ്ടാളും പരസ്പര ധാരണയിൽ മത്സരിച്ചു. കരയിൽ മുയലച്ചൻ ആമയെ തന്റെ മുതുകിൽ ഏറ്റി പറക്കുന്ന വേഗതയിൽ ഓടി. പുഴയുടെ തീരത്തെത്തിയപ്പോൾ ആമ മുയലിനെ തന്റെ പുറത്തേറ്റി നീന്തി കടന്നു. അവർ രണ്ടുപേരും ഒരേ സമയം ലക്ഷ്യത്തിലെത്തി. തനിയെ പോയിരുന്നതിനേക്കാൾ വേഗതയിൽ അവർ രണ്ടാളും എത്തി. അവർ ഫിനിഷിംഗ് പോയിന്റിൽ ഒരേ സമയത്തെത്തുകയും രണ്ടാളും വിജയിക്കുകയും ചെയ്തു. ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. പഴയ കാലത്ത് നമ്മൾ വിചാരിച്ചിരുന്നത് മറ്റൊരാളെ തോൽപ്പിക്കുക എന്നതാണ് വിജയം എന്നതാണ്. എന്നാൽ ഇന്ന് ലോകം കൊളാബറേഷന്റെ കാലമാണ്. മുയൽ തന്റെ വേഗതയെയും ആമ തനിക്കറിയാവുന്ന നീന്താൻ കഴിയുന്ന കഴിവിനെയും ഒന്നിച്ചപ്പോൾ ഉണ്ടായ ഒരു വലിയ മാറ്റമാണ് ഇന്ന് നമ്മൾ ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിലും ബിസിനസ്സിലും ഇത് പ്രവർത്തിപ്പിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും കഴിവുണ്ടാകണമെന്നില്ല. പക്ഷേ മറ്റൊരാളുടെ കഴിവുമായി നിങ്ങളുടെ കഴിവിനെ ചേർക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതം സൃഷ്ടിക്കാൻ സാധിക്കും. നിങ്ങൾ അജയ്യരാകും. AI അഥവാ കൃത്രിമ ബുദ്ധി നിങ്ങളുടെ ശത്രുവല്ല. നിങ്ങൾ മുയലാണെങ്കിൽ AI നിങ്ങളുടെ ആമയാണ്. നിങ്ങൾ ചിന്തിക്കുക, AI അത് പ്രവർത്തിക്കും. ഈ സഹകരണം നിങ്ങളെ മുമ്പൊരിക്കലും എത്താത്ത ഉയരങ്ങളിൽ എത്തിക്കും. ഓർക്കുക, കൊളാബറേഷന്റെ യുഗം ആണിത്. അതായത് കോമ്പറ്റീഷന്റെ യുഗമല്ല. കോമ്പറ്റീഷന്റെ യുഗം കഴിഞ്ഞു. ഇനി കൊളാബറേഷന്റെ യുഗമാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. നന്ദി, നമസ്കാരം.